ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടാണ് വേണ്ടത്. അപ്പൊ അതിൽ കൂടുതൽ പേരും പറഞ്ഞത് നോഡ് ജെഎസ് എന്നായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നു മുതൽ നോഡ് ജെഎസിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. പക്ഷെ റിയാക്ട് പഠിക്കുന്നവർ പേടിക്കണ്ട, ഇതിന് പാരലൽ ആയിട്ട് റിയാക്ടിന്റെ അഡ്വാൻസ്ഡ് ടോപ്പിക് എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യൂ കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം എന്താണ് ഈ നോഡ് ജെഎസ്? നിങ്ങൾ റിയാക്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ ഈ ഒരു ഡെഫിനിഷൻ ആയിരിക്കും കാണുക. നോഡ് ജെഎസ് ഈസ് എ പവർഫുൾ ഓപ്പൺ സോഴ്സ് ക്രോസ് പ്ലാറ്റ്ഫോം ജാവാസ്ക്രിപ്റ്റ് എൻവയോൺമെന്റ്. അപ്പൊ നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നും എന്താ നോക്കാം. ഓപ്പൺ സോഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, അതായത് അതിന്റെ സോഴ്സ് കോഡ് പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും, നമുക്കത് ആക്സസ് ചെയ്ത് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇനി ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാലോ, അത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും, മാക്, ലിനക്സ്, വിൻഡോസ് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും അവൈലബിൾ ആയിരിക്കും. ഇനി മൂന്നാമത്തെ പോർഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം എൻവയോൺമെന്റ് ആണ് നോഡ് ജെഎസ്. ബേസിക്കലി റൺ ടൈം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള നെസസറി കോമ്പോണൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ നോഡ് ജെഎസും സെയിം തന്നെയാണ്. ജാവാസ്ക്രിപ്റ്റ് നമുക്കറിയാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1995 അല്ലേ. ആ സമയത്ത് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇത് ബ്രൗസറിൽ മാത്രമേ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയും ജാവാസ്ക്രിപ്റ്റ് ഒരു ക്ലയന്റ് സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് ആണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയൂലേ. അപ്പൊ നമ്മളൊരു കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുവാണെങ്കിൽ ഫ്രണ്ട് എൻഡിന് നമ്മൾ HTML, ജാവാസ്ക്രിപ്റ്റ്, CSS യൂസ് ചെയ്തിട്ട് ചെയ്യും. ഇനി ബാക്ക് എൻഡിന് വേണ്ടിയിട്ട് നമ്മൾ സെർവർ സൈഡ് ലാംഗ്വേജ്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈത്തോൺ, PHP ഇതൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ നോഡ് ജെഎസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് ബ്രൗസറിന് പുറത്ത് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് ആപ്ലിക്കേഷൻ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നോഡ് ജെഎസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ എൻറ്റയർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഒരു എക്സ്റ്റേണൽ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. ക്ലിയർ ആയില്ലേ? അപ്പോൾ വൈ നോഡ് ജെഎസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. ഒരു എൻഡ് ടു എൻഡ് ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻ ജെഎസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം. കുറെ കമ്പനീസ്, അതായത് നെറ്റ്ഫ്ലിക്സ്, പേപ്പാല്, ഈ കമ്പനീസ് ഒക്കെ ബാക്ക്-എൻഡ് ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ടും ഈ നോഡ് ജെഎസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിനൊരു ഹ്യൂജ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട്. തിയറി പോർഷൻ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കോഡിംഗിലേക്ക് പോകാം. അതിനു മുന്നേ നോഡ് ജെഎസിന്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഓൾറെഡി ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തേക്കാം. അത് യൂസ് ചെയ്തിട്ട് npm നോഡ് ജെഎസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള കോഡ് എഡിറ്റർ ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ ആണ് എടുത്തിരിക്കുന്നത്. നോഡ് ജെഎസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ എന്റെ ഡോക്യുമെന്റ് ഡയറക്ടറിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ കംപ്ലീറ്റ് നോഡ് ജെഎസിന്റെ ട്യൂട്ടോറിയലിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ അകത്താണ് ഞാൻ ഫയൽസ്, മോഡ്യൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നോഡ് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ കമാൻഡ് നോഡ് -v എന്നാണ്. ഇപ്പൊ നോഡിന്റെ വേർഷൻ 20 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നോഡ് ജെഎസിൽ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് വിധത്തിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് നോഡ് റെപ്പൽ ആണ്. റെപ്പലിന്റെ എക്സ്പാൻഷൻ റീഡ്, എവാലുവേറ്റ്, പ്രിന്റ്, ലൂപ്പ്. ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ നോഡ് കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കാം. ഇതൊരു ഇന്ററാക്റ്റീവ് ഷെൽ ഓപ്പൺ ചെയ്യും. നമ്മുടെ നോഡ് ജെഎസിന്റെ എക്സ്പ്രഷൻസ് എല്ലാം നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനൊരു console.log സ്റ്റേറ്റ്മെന്റ് ചെയ്യുവാണ്. ഈ ലോഗിൽ ഞാൻ ഹലോ എന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ ഹലോ എന്ന് കാണാം. അതുപോലെ ഈ ലോഗ് മെത്തേഡ് അൺഡിഫൈൻഡും റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു എക്സ്പ്രഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ 2 നമ്പറിനെ ആഡ് ചെയ്യുവാണ്. എൻ്റർ അടിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കാണാം. അപ്പൊ നമുക്ക് ഏത് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാം കേട്ടോ. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന കോഡിനെ റീഡ് ചെയ്യും, അതിനെ ഇവാലുവേറ്റ് ചെയ്ത് റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. എഗെയിൻ ഈ പ്രോസസ് ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോ വരെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ക്വിറ്റ് ചെയ്യുന്നവിടെ വരെ. ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+C അടിച്ചാൽ മതി കേട്ടോ. ആക്ച്വലി റെപ്പൽ എന്ന് പറയുന്നത് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് മെത്തേഡ് ആണെങ്കിലും നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ലല്ലോ. നമ്മളോട് ഒരു ഫോൾഡർ, ഫയൽ, സ്ട്രക്ചർ ആ ഒരു ഫോർമാറ്റിലല്ലേ. അപ്പൊ അതാണ് ഇതിന്റെ സെക്കൻഡ് മെത്തേഡ്. രണ്ടാമത് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. സോ ഞാൻ ഇവിടെ ഒരു ജെഎസിന് ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. index.js എന്നാണ് ഫയൽ നെയിം കൊടുക്കുന്നത്. എൻ്റർ അടിക്കുന്നു.
ഇതിന്റെ അകത്ത് നമ്മുടെ നോർമൽ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതിയാൽ മതി കേട്ടോ. എഗെയിൻ ഞാനൊരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് ആ കൊടുക്കുന്നത്. ഇതിന്റെ അകത്ത് ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോഡ് സ്പേസ് ഫയൽ നെയിം കൊടുക്കുക. നമ്മുടെ ഫയൽ ഇവിടെ index.js എന്നല്ലേ. JS എക്സ്റ്റൻഷൻ കൊടുക്കണമെന്ന് കമ്പൽസറി അല്ല കേട്ടോ, അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. എൻ്റർ അടിക്കുമ്പം ഇവിടെ നമുക്ക് ഈ ഫയലിലെ കണ്ടന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് മെത്തേഡിലും നമുക്ക് Node.js എക്സ്പ്രഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. Node.jsലെ ഇനി അടുത്ത കോൺസെപ്റ്റ് നോക്കാം, മോഡ്യൂൾസ്. മോഡ്യൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷന്റെ അതിന്റെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. നമ്മുടെ കോഡിനെ പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഈ മോഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ മോഡ്യൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഫയൽസും ആണ്. ഈ ഫയൽസിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ചിലപ്പോൾ നമുക്ക് ഈ ഫയലിന്റെ കോൺസെപ്റ്റ് മൾട്ടിപ്പിൾ പേജസിൽ ആവശ്യം ഉണ്ടാവൂലേ. അപ്പൊ ഇതേ കോഡ് തന്നെ എല്ലാ ഫയലിലും എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു ഫയലിനെ റീയൂസ് ചെയ്യാം. കോഡ് റീയൂസബിലിറ്റി നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഈ മോഡ്യൂൾസ് 3 ആണ്. ബേസിക്കലി Node.jsല് 3 ടൈപ്പ് മോഡ്യൂൾസ് ഉണ്ട്. ലോക്കൽ മോഡ്യൂൾസ്, കോർ മോഡ്യൂൾസ്, തേർഡ് പാർട്ടി മോഡ്യൂൾസ്. അതിൽ ലോക്കൽ മോഡ്യൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ കസ്റ്റം മോഡ്യൂൾസ് അല്ലേ, നമ്മുടെ കസ്റ്റം ഫയൽസ് തന്നെയാണ്. ഇനി കോർ മോഡ്യൂൾസ് എന്ന് പറയുന്നത് Node.js തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ കേട്ടോ. HTTP, FS, പാത്ത്, അത് ആദ്യം നമ്മൾ ലോക്കൽ മോഡ്യൂൾസ് എങ്ങനെയാ നോക്കും, അത് കഴിഞ്ഞിട്ടാണ് കോർ മോഡ്യൂൾസിലേക്ക് പോകുന്നത്. ലാസ്റ്റ് തേർഡ് പാർട്ടി മോഡ്യൂൾസ് ആണ്. അതർ യൂസേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് npm ത്രൂ യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ലോക്കൽ മോഡ്യൂൾ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്, math.js എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ അകത്ത് ഞാൻ 2 ആരോ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആഡ് ഫംഗ്ഷൻ ആണ്. അതിന് a, b 2 പാരാമീറ്റേഴ്സ്. ഇതെന്ത് ചെയ്യും, എനെയും ബിനെയും കൂടെ ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ആണ്. അഗൈൻ ഇതൊരു ആരോ ഫംഗ്ഷൻ ആണ്. ഇതിന്റെയും പാരാമീറ്റർ ഞാൻ a, b ആണ് സെറ്റ് ചെയ്യുന്നത്. ഇത് ഈ 2 വേരിയബിൾസിന്റെ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. ഇനി എനിക്ക് index.js ഫയലിൽ നിന്നിട്ട് വേണം ഈ math.jsലെ ആഡിനെയും സബ്സ്ട്രാക്ടിനെയും കോൾ ചെയ്യാൻ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഡ് റീയൂസബിലിറ്റി. അതായത് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പിന്നെ വന്നിട്ട് നമുക്ക് ആഡിന്റെ സബ്സ്ട്രാക്ടിന്റെ ഫംഗ്ഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ മാത്ത് ഫംഗ്ഷൻസ് എല്ലാം ഒരു ഫയലിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഫയലിനെ നമ്മുടെ ത്രൂ ഔട്ട് ആപ്ലിക്കേഷനിൽ റീയൂസ് ചെയ്താൽ മതി അല്ലേ. അതിന് നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യണം. ആദ്യം ഏതൊക്കെ എലമെന്റ്സ് ആണോ ഈ ഫയലിൽ റീയൂസ് ചെയ്യേണ്ടത്, നമ്മുടെ ബാക്കിയുള്ള മോഡ്യൂളുകളിൽ യൂസ് ചെയ്യേണ്ടത്, ആ എലമെന്റ്സിനെ എല്ലാം എക്സ്പോർട്ട് ചെയ്യണം. നിങ്ങൾ React.js യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഡിഫാൾട്ട് കൊടുക്കില്ലേ, അതുപോലെ തന്നെ ഇവിടെ അതിന്റെ സിന്റാക്സ് മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് എന്നാട്ടോ. ഈക്വൽ ടു ഇട്ടിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ അതിനെല്ലാം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ 2 കാര്യങ്ങളാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, ആഡ് ഫംഗ്ഷനെയും സബ്സ്ട്രാക്ട് ഫംഗ്ഷനെയും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഇമ്പോർട്ടിംഗ് ആണ്. അതായത് ഏത് ഫയലിലാണോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന എലമെന്റ്സ് ആവശ്യമുള്ളത് ആ ഫയലിൽ നിന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മോഡ്യൂൾസിനൊക്കെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Node.js പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, റിക്വയർ. ഈ റിക്വയറിന്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള മോഡ്യൂൾസിന്റെ ഒക്കെ പാത്ത് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ആദ്യം റിക്വയർ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. ഇതിന്റെ അകത്ത് എനിക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട മോഡ്യൂളിന്റെ പാത്ത് കൊടുക്കണം. ഇവിടെ എന്റെ മാത്ത് ഫയൽ സെയിം ഡയറക്ടറിയിൽ തന്നെ ആയതുകൊണ്ട് ജസ്റ്റ് ./ കൊടുത്താൽ മതി. ഇനി ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് നമ്മളിവിടെ എന്താണോ എക്സ്പോർട്ട് ചെയ്യുന്നത് അതായിരിക്കും കേട്ടോ. ഞാനിവിടെ ഒരു ഒബ്ജക്റ്റിലാണ് ഈ 2 ഫംഗ്ഷനെയും എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ആ ഒബ്ജക്റ്റിനെ ഒരു വേരിയബിളിലേക്ക് എടുക്കുകയാണ്, മാത്ത് എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ മാത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഈ ഒരു സിംഗിൾ ഫംഗ്ഷനോ വേരിയബിളോ ആണ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഡയറക്റ്റ് ആ ഫംഗ്ഷൻ തന്നെ ഇവിടെ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ വേരിയബിൾ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതൊരു കോൺസ്റ്റന്റ് ഒന്നുമല്ല. ഇവിടെ മാത്തും കൊടുത്തിരിക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾക്ക് എന്ത് വേരിയബിൾ നെയിം വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ math ftn ആക്കാം. ഓക്കെ,
ഇപ്പൊ മാത്ത് FTN ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണ്, കാരണം ഇവിടെ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റിലാണ്. ഇനി നമുക്ക് ഈ അഡീഷൻ സബ്സ്ട്രാക്ഷൻ രണ്ട് ഫംഗ്ഷനെയും ഈ ഇൻഡെക്സ് ഫയലിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റൂ അല്ലെ. സോ ഞാൻ ആദ്യം ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് അതിന് റിസൾട്ട് 1 എന്ന് വേരിയബിൾ നെയിം കൊടുത്തിട്ട് ആഡ് ഫംഗ്ഷനെ ഒബ്ജക്ട് നെയിം ഡോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ട് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. 1,2 രണ്ട് വേരിയബിൾസ് പാസ്, രണ്ട് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നു. രണ്ടാമത് സബ്സ്ട്രാക്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. റിസൾട്ട് 2 എന്നാണ് വേരിയബിൾ നെയിം കൊടുക്കുന്നത്. ഒബ്ജക്ട് ഡോട്ട് സബ്സ്ട്രാക്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. എഗെയിൻ രണ്ട് വാല്യൂ പാസ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ റിസൾട്ടിനെ ഒന്ന് കൺസോൾ ചെയ്യുവാണ്. ആദ്യം റിസൾട്ട് 1, ഇത് കഴിഞ്ഞ് റിസൾട്ട് 2. ഇനി നമുക്ക് എഗെയിൻ ഈ ഫയലിനെ ഒന്ന് റൺ ചെയ്യാം. ആദ്യം നമ്മുടെ കൺസോൾ സ്റ്റേറ്റ്മെന്റ് വർക്ക് ആയിട്ടുണ്ട്, റൈറ്റ് ചെയ്തിട്ടുണ്ട് റിസൾട്ട്. നെക്സ്റ്റ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് മാത്ത് ഫയലില് ആഡിനെയും സബ്സ്ട്രാക്ടിനെയും കോൾ ചെയ്ത് അതിന്റെ റിസൾട്ട് ലോഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആയില്ലേ മോഡ്യൂള്? ഇപ്പൊ റീയൂസബിൾ ആയി, ഇപ്പൊ ഓരോ നമ്മുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മുടെ ഓരോ ഫയൽസും ഓരോ റീയൂസബിൾ പീസ് ഓഫ് കോഡാണ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യും, എന്നിട്ട് ആ മോഡ്യൂളിൽ നിന്നിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യും. എക്സ്പോർട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പൊ ഒരു സിംഗിൾ ഫംഗ്ഷൻ ഉള്ളെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഈക്വൽ ടു ഇട്ടിട്ട് ആഡിനെ മാത്രം റിട്ടേൺ ചെയ്താൽ മതിയെങ്കിൽ ആഡ് എന്ന് കൊടുത്താൽ മതി. അപ്പൊ എന്തായിരിക്കും ഇത് റിട്ടേൺ ചെയ്യുന്നത്? ഈ ഫംഗ്ഷൻ തന്നെയായിരിക്കും. ഡയറക്റ്റ് ഈ വേരിയബിൾ നെയിം യൂസ് ചെയ്തിട്ട് കോൾ ചെയ്യാം. ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഞാനിവിടെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഫംഗ്ഷൻ നെയിം അക്സസ് ചെയ്ത് കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് Node.jsന്റെ ബേസിക് മോഡ്യൂളിന്റെ കോൺസെപ്റ്റ്. എന്താണ് മോഡ്യൂൾ റാപ്പർ ഫംഗ്ഷൻ നോക്കാം. നമ്മുടെ Node.js അതിന്റെ എക്സിക്യൂഷന് മുന്നേ ഓരോ മോഡ്യൂൾസിനെയും ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് റാപ്പ് ചെയ്യും. അതായത് അതിന് പ്രൈവറ്റ് സ്കോപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഗ്ലോബൽ നെയിം സ്പേസ് പൊല്യൂഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രൈവറ്റ് സ്കോപ്പ് ആയിരിക്കും ഓരോ മോഡ്യൂൾസിനും ഉണ്ടാവുക. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ IIFE ഫംഗ്ഷൻ ആണ്, ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ ആണ്. നമ്മൾ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിൽ നോക്കിയിട്ടില്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ math.js ഫയലിനെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലൊരു IIFE ഫംഗ്ഷൻ വെച്ചിട്ട് റാപ്പ് ചെയ്യും. IIFE ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലല്ലേ? നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്സ് എന്തായാലും അറിയണം കേട്ടോ Node.js സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. കാരണം ഇതൊരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റും അഡ്വാൻസ്ഡ് ജാവാസ്ക്രിപ്റ്റും അറിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. IIFE ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലോഡ് ചെയ്യുമ്പോൾ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മുടെ എൻറ്റയർ മോഡ്യൂളിനെ റാപ്പ് ചെയ്യും. ഇതാണ് ഈ ഫംഗ്ഷന്റെ ഓരോ പാരാമീറ്റേഴ്സും. നമ്മുടെ ഫംഗ്ഷൻസിനെ വേരിയബിൾസിനെ ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സിനെയാണ് ഈ എക്സ്പോർട്ട് റെഫർ ചെയ്യുന്നത്. റിക്വയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ? മോഡ്യൂള് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വയർ ഫംഗ്ഷൻ. മൂന്നാമത്തെ പാരാമീറ്റർ മോഡ്യൂൾ എന്ന് പറയുന്നത് ഈ കറന്റ് മോഡ്യൂളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ്. ലാസ്റ്റ് വൺ ഫയൽ നെയിമും ഡയറക്ടറി നെയിമും ഈ കറന്റ് മോഡ്യൂളിന്റെ ഫയൽ പാത്തും അതുപോലെ തന്നെ ഡയറക്ടറി നെയിമും ആയിരിക്കും ഉണ്ടാവുക. എല്ലാ മോഡ്യൂൾസിനും അതിന്റെ പ്രൈവറ്റ് സ്കോപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു IIF ഫംഗ്ഷൻ വെച്ചിട്ട് മോഡ്യൂൾ റാപ്പ് ചെയ്യും. അതാണ് മോഡ്യൂൾ റാപ്പിംഗ് ഫംഗ്ഷൻ. ഇനി നമുക്ക് Node.jsലെ അടുത്ത കോൺസെപ്റ്റ് EX6 മോഡ്യൂൾസ് എന്താന്ന് നോക്കാം. നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഒരു മോഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വയർ ഫംഗ്ഷനും അതുപോലെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സും അല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് പകരം മോഡേൺ ജാവാസ്ക്രിപ്റ്റ് സിന്റാക്സ് യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ട് കീവേഡും എക്സ്പോർട്ട് കീവേഡും യൂസ് ചെയ്തിട്ട് നമുക്ക് മോഡ്യൂൾസിനെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യാൻ പറ്റും. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ES 2015 ഓർ EX6 ആണ്, ECMAScript. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം EX6 സിന്റാക്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫയലിന്റെ എക്സ്റ്റൻഷൻ .mjs ആയിരിക്കണം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ package.jsonൽ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി മോഡ്യൂൾസ് ആയിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ package.jsന് എത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ .mjs വെച്ചാണ് ഇപ്പൊ കാണിക്കുന്നത്. പിന്നെ ഈ ട്യൂട്ടോറിയലിന്റെ ലാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ package.json കവർ ചെയ്ത് കഴിയുമ്പോൾ JS ഫയൽ യൂസ് ചെയ്തിട്ട് തന്നെ എങ്ങനെയാണ് EX6 മോഡ്യൂൾസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഞാൻ ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്, EX6 മോഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ index.mjs ഫയലും അതുപോലെ index.math.js ഫയലും ക്രിയേറ്റ് ചെയ്യുന്നു.
ഇനി നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മാർക്ക് ഫയൽ ഇല്ലേ, അതിന്റെ ആഡും സബ്സ്ട്രാക്റ്റും ഫംഗ്ഷൻ ആരോ ഫംഗ്ഷൻസ് ഇവിടെ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുവാണ്. ഇനി EXXന്റെ സിന്റാക്സ് യൂസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് കീവേഡ് മതി. എക്സ്പോർട്ട് നമ്മളിപ്പോൾ റിയാക്ടിലൊക്കെ ചെയ്യുന്ന പോലെ എക്സ്പോർട്ട് ഡീഫാൾട്ട് എന്ന് പറഞ്ഞിട്ട് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് നമ്മൾ ഫംഗ്ഷൻസ് ആണെങ്കിലും വേരിയബിൾസ് ആണെങ്കിലും ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഡീഫാൾട്ട് മെത്തേഡ് രണ്ട് വിധത്തിൽ ചെയ്യാം കേട്ടോ. ഒന്നുകിൽ ഡീഫാൾട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഫംഗ്ഷനാലിറ്റി സെപ്പറേറ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡീഫാൾട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് എക്സ്പോർട്ട് സ്പേസ് ഡീഫാൾട്ട് സ്പേസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം എനിക്ക് ആഡ് ഫംഗ്ഷനും രണ്ടാമത് സബ്സ്ട്രാക്ട് ഫംഗ്ഷനും വേണം. അപ്പൊ ഇവിടെ ശരിക്കും ഒരു ആഡ് ആഡ് ഈ ഒരു ഫോർമാറ്റിലാണ് കേട്ടോ പോകുന്നത്. അതായത് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് കീയും വാല്യൂം സെയിം നെയിം ആണെങ്കിൽ EXXൽ ഒരൊറ്റ സിംഗിൾ വേർഡ് മാത്രം കൊടുത്താൽ മതി. ആഡിനെ സബ്സ്ട്രാക്ടിനെയും ഞാൻ എക്സ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ മാത്ത് ഫയലിൽ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാലിറ്റിനെ എങ്ങനെയാണ് ഇൻഡെക്സ് ഫയലിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. അതിനിവിടെ നമ്മൾ റിക്വയർ ഫംഗ്ഷന് പകരം ഇമ്പോർട്ട് കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. സ്പേസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ട് കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ അറേ ഡീസ്ട്രക്ചറിങ് യൂസ് ചെയ്തിട്ട് രണ്ട് വേരിയബിൾസിലായിട്ട് ഇത് റിട്ടേൺ ചെയ്യുന്ന രണ്ട് പ്രോപ്പർട്ടീസിനെ ആക്സസ് ചെയ്യാം ഈ ഒബ്ജക്റ്റിൽ നിന്ന്. അല്ലെങ്കിൽ ആദ്യം ഒരു വേരിയബിളിലേക്ക് ഇതിനെ എടുക്കുക, ഫ്രം എവിടെയാണോ ഫയൽ നെയിം കൊടുത്തിട്ട് എടുക്കുക, സ്ലാഷ് ഇവിടെ math.js അല്ലേ, math.mjs അല്ലേ, ആ ഫയലിൽ നിന്ന് എടുക്കുന്നു. ഇവിടെ എക്സ്റ്റൻഷൻ കമ്പൽസറി ആണ് കേട്ടോ. .mjs കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരും. എന്നിട്ട് ഇതിനെ അറേ ഡീസ്ട്രക്ചറിങ് ചെയ്യാം. ഇപ്പൊ ഡീസ്ട്രക്ചറിങ് EXX-ന്റെ സിന്റാക്സ് നമ്മൾ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലേ. അപ്പൊ അരേനാണെങ്കിലും ഒബ്ജക്റ്റിനാണെങ്കിലും അതിന്റെ ഓരോ പ്രോപ്പർട്ടീനായിട്ട് ഓരോ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ രണ്ട് വേരിയബിളിലേക്ക് ഡീസ്ട്രക്ചറിങ് ചെയ്യാണ്. ആഡ് കോമ സബ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നു, ഈക്വൽ ടു മാത്ത്. ഇനി നമുക്ക് console.logല് ഡയറക്റ്റ് ആയിട്ട് ആഡ് ഫംഗ്ഷനെ കോൾ ചെയ്യാം. 1,2 വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഞാൻ 80,10 എന്നാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനാദ്യം നമ്മൾ EXX6ന്റെ ഫോൾഡർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, EXX6 സ്പേസ് മോഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോൾഡറിലേക്ക് എൻട്രി ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ നോഡ് കമാൻഡ് യൂസ് ചെയ്തിട്ട് നോഡ് സ്പേസ് ഫയൽ നെയിം കൊടുക്കുക. ഇവിടെ index.mjs കൊടുക്കുന്നു. എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ കാണാം, ഇവിടെ അഡീഷന്റെ സബ്സ്ട്രാക്ഷന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ EXX6 ആണ് മോഡ്യൂൾസിനെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യാനുള്ള മോഡേൺ ജാവാസ്ക്രിപ്റ്റ് സിന്റാക്സ്. ഓൾഡ് മെത്തേഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ റീഡബിളും ആണ്, കൺസൈസും ആണ്. അപ്പൊ ഇതൊക്കെയാണ് Node.js-ലെ ലോക്കൽ മോഡ്യൂൾസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മേജർ ടോപ്പിക്സ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് Node.js-ന്റെ ബിൽറ്റ് ഇൻ മോഡ്യൂൾ, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് Node.js പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇൻഡെപ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കോഡിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്